പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? അതിദയനീയമായിട്ടുള്ളൊരു കാഴ്ചയല്ലേ? ഒരു മനുഷ്യൻ തൻ്റെ അവസാന നിമിഷത്തിലും നമ്മുടെ കേരളത്തിലെ വിളപ്പിൽശാല ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്ന് തൻ്റെ ജീവന് വേണ്ടി യാചിക്കുന്ന അതിദയനീയമായിട്ടുള്ള ഒരു ഫോട്ടോയല്ലേ നമ്മൾ ഈ കാണുന്നത്? ബിസ്മീർ എന്ന് പറയുന്ന യുവാവ് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയാ, തനിക്ക് 2 മക്കളുണ്ട്, എന്നെ ഒന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തൂ എന്ന് യാചിക്കുന്ന ഒരു മനുഷ്യന് ഇതിലും അപ്പുറമുള്ള ഒരു അവസ്ഥ പോലും ജീവിതത്തിൽ ഇനി വരാനില്ല. അത്രത്തോളം അതിദയനീയമായിട്ടുള്ള ഒരു ഫോട്ടോയാണ് നമ്മൾ ഈ കാണുന്നത്. ഭാര്യ വ്യക്തമായിട്ട് ഭാര്യ സുബൈദ മാധ്യമങ്ങളോടൊക്കെ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ആവുന്നതുപോലെ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. ഈ പറയുന്ന വിളപ്പിൽശാല ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ട് അതിന്റെ ഗേറ്റ് തുറന്നു കൊടുക്കാൻ പോലും താമസം പിടിക്കുക. എന്തിനാ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഈ പൂട്ടിയിടുന്നത്? എന്നിട്ട് ആ ഒരു കവാടം തുറന്നു കൊടുത്തിട്ട് എന്താ അവസ്ഥ? കേരളക്കര ഒന്നടങ്കം കണ്ടില്ലേ? യാചിക്ക, നിലവിളിക്ക, കൈ മേലോട്ടുയർത്തി യാചിക്ക. ഇതിലും അപ്പുറം ഇനി എന്താണ് ഇനി കേരളത്തിൽ സംഭവിക്കാനുള്ളത്? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മുടെ കേരളത്തില് ആരോഗ്യ മേഖല നമ്പർ 1 എന്ന് പറയുമ്പോ ഈ ബിസ്മീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഭാര്യ സുബൈദയും ആ ഒരു രാത്രിയിൽ അനുഭവിച്ച വേദന അത് എത്രത്തോളം ഉണ്ടാവും? ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ തിരിച്ചറിയണം. ഇന്ന് ബിസ്മീർ ആണെങ്കിൽ നാളെ ഞാനോ നിങ്ങളോ ആണ്. ഒരു തർക്കവും വേണ്ട. ഇത് സാധാരണക്കാരുടെ പ്രശ്ന, സാധാരണക്കാരുടെ വിഷയ. ഈ അവിടെയുള്ള നഴ്സുമാരും ഡോക്ടർമാരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇനി മിനിറ്റുകൾ കാത്തിരുന്ന് ഒടുവിൽ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞേക്ക. ഒരു മനുഷ്യന്റെ ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തുമ്പോ സെക്കൻഡുകൾക്ക് മൂല്യമില്ലേ? അവിടെയാണ് മിനിറ്റുകളോളം കാത്തു നിൽപ്പിക്കുന്നത്. എന്നിട്ട് അവരെ കൊണ്ട് ഒരു തേങ്ങയും ചെയ്യാനാവാഞ്ഞിട്ട് അവര് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞേക്കുമ്പോ ആംബുലൻസിൽ അതിനുള്ള സൗകര്യങ്ങളില്ല, സഹായം ചെയ്യാൻ ഒരാൾ പോലുമില്ല. ഇതാണോ ആരോഗ്യ കേരളം? ഈ പറയുന്ന നമ്പർ 1 ആരോഗ്യ മേഖലയിൽ എന്നൊക്കെ പറയുന്നത്? ഇത് ഗൗരവത്തിൽ ഇതിൽ രാഷ്ട്രീയമോ ഒന്നും തന്നെ കലർത്തരുത്. ഇത് മനുഷ്യരുടെ, ഇത് സാധാരണക്കാരുടെ, നമ്മുടെ കേരളത്തിലെ അവസ്ഥയാ. അല്ല ഉത്തരേന്ത്യയിലേക്ക് മാത്രമേ ഇവർക്ക് നോക്കി നിൽക്കാൻ സാധിക്കൂ? ഉത്തരേന്ത്യക്ക് ഒരുപാട് മാറി. നമ്മുടെ കേരളത്തിലെ ഒരു സാധാരണക്കാർ അനുഭവിക്കുന്ന നമ്മൾ ഈ കാണുന്നത് അല്ല. ഇത്രത്തോളം വിഷയമുണ്ടായിട്ട് ഈ VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ ഞാനൊന്ന് പോയി നോക്കി. ഈ സമയം വരെ ഈ ഒരു വിഷയത്തെ കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളത് എത്രത്തോളം ഗൗരവകരമായിട്ടുള്ള വിഷയ. ഈ VD സതീശന് AP സംസ്ഥ നടത്തുന്ന വേദിയിൽ പോവുക, അവിടെ നിന്നിട്ട് പരമാവധി മറ്റു സമുദായത്തിൽപ്പെട്ട നേതാവിനെതിരെ പച്ച വർഗീയത വിളിച്ചു പറയുക, എന്നിട്ട് മതേതരത്വ എന്ന് ഉളുപ്പില്ലാതെ പറയുക. ഓരോ ആളുകളും ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ ഏത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ? ഇത് മാത്രമാണോ? ഒരു സമുദായ നേതാവ് നടത്തുന്ന പ്രോഗ്രാമിൽ പോയി മറ്റൊരു സമുദായ നേതാവിനെതിരെ എന്ത് വിളിച്ചു പറഞ്ഞാലും അത് പച്ചവർഗീയതയല്ലേ? ഇത് മാത്രമാണോ? ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയല്ല എന്ന് പറഞ്ഞ് മറ്റൊരു ഭാഗത്തുകൂടെ. അതേസമയം മനുഷ്യർ ഇവിടെ പിടയുന്നതിന്റെ വേദന ഇവിടെയുള്ള ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒന്ന് കാണാൻ പോലും സമയമില്ല. എത്ര നമ്മുടെ കേരളത്തിലെ ചികിത്സ കിട്ടാത്തതിന്റെ പേരിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആളുകൾ കൂടി ഒരു ചെറുപ്പക്കാരനെ കൊല ചെയ്തിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എന്തുണ്ടയാ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ പ്രതിപക്ഷ നേതാവിന് ഉത്തരവാദിത്തമുണ്ട്. ഒരക്ഷരം ഈ സമയം വരെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് നോക്കി കാണാൻ സാധിക്കുന്നില്ല. അത് AP സംസ്ഥാന പ്രോഗ്രാമിന് പോയത്, അതേപോലെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. മനുഷ്യർ നേരിടുന്ന, സാധാരണക്കാർ നേരിടുന്ന വിഷയത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. എന്നാൽ ഈ വിഷയത്തിൽ യുവമോർച്ച ശക്തമായിട്ടുള്ള സമരമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ശക്തമായ സമരം. ഈ സമരത്തില് PK കൃഷ്ണദാസ് സംസാരിക്കുന്നതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. കേരളത്തിലെ ഈ ആശുപത്രി എന്ന് പറയുന്നത് ഒരു കൊലപാതകം നടത്തുന്ന കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെടണം. ഇവിടെ PR വർക്കിലൂടെ ഈ അധപ്പതനത്തെയും ആരോഗ്യ മേഖല തകർച്ചയെയും ഇല്ലെന്ന് കാണിക്കാനാണ് നമ്മുടെ സ്ഥലം MLA-യും അതുപോലെ കേരളത്തിലെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത്. PK കൃഷ്ണദാസ് പറഞ്ഞത് സാധാരണക്കാരന് വേണ്ടിയാ കൊലപാതകം നടത്തിയിരിക്കുന്നു ഹോസ്പിറ്റലിൽ എന്ന്. ഇതുമായി ബന്ധപ്പെട്ട് BJP ഒഫീഷ്യലി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം.
വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മാർച്ച് നടത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതച്ചു. പ്രതിഷേധത്തിൽ പരിക്കേറ്റ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അഖിൽ പാലോട്ട് മഠത്തിലിനെ ആശുപത്രിയിലേക്ക് മാറ്റാതെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചതിന് BJP ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസും പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു. BJP ഒരു വിഷയത്തിൽ ശക്തമായിട്ട് ഇടപെട്ട് കഴിഞ്ഞു. സാധാരണക്കാരന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അവർ തെരുവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുക. സാധാരണക്കാരന് വേണ്ടി. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷം എന്ന് പറയുന്നത് LDF-ഉം ഔദ്യോഗിക പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇവിടെയുള്ള UDF സംവിധാനങ്ങളാ. അവർ സാധാരണക്കാർക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി രംഗത്തെത്താതെ വരുമ്പോ സാധാരണക്കാർക്ക് വേണ്ടി BJP നിലപാടെടുത്ത് ശക്തമായിട്ട് കേരളത്തിൽ മുന്നോട്ട് കുതിക്കുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ ഇതിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത്. ഇത് എത്രത്തോളം ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്ന് ബിസ്മീറിന് സംഭവിച്ചത് നാളെ എനിക്കോ നിങ്ങൾക്കോ. നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഓടോ, അല്ലാതെ ഈ പറയുന്ന ഇവിടെയുള്ള മറ്റ് വലിയ ആളുകളൊന്നും തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഓടൂല. ഇവിടെ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സാധാരണക്കാരാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നത്. അവിടെ കൊലപാതകം നടന്നിട്ട് VD സതീശന് ഒരക്ഷരം മിണ്ടാനില്ല. യുവമോർച്ച നൂറുകണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു. സാധാരണക്കാർക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നു. ഈ വിഷയത്തിൽ മറ്റുള്ള ആളുകൾ സതീശൻ ഔദ്യോഗികമായിട്ട് രംഗത്ത് വരാത്തത് അങ്ങേയറ്റത്തെ ഒരു പരാജയം തന്നെയാ. ഇവിടെ ആരോഗ്യ മേഖല നമ്പർ 1 എന്നൊക്കെ വിളിച്ചു പറയുമ്പോ ഇവിടെ ബോധമുള്ള, വിവേകമുള്ള ഒരു ജനതയുണ്ട് എന്ന് ഇനിയെങ്കിലും ഈ PR വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ LDF സംവിധാനങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിയാം. ഇതാണോ നമ്പർ 1 കേരള? വെറുതെ അല്ല. ഈ പിണറായി വിജയന് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്ക് അമേരിക്കയിലേക്ക് ചികിത്സക്കങ്ങ് ഓടാറുള്ളത്. ഈ പിണറായി സഖാവിനെ പോലെ ഇവിടെയുള്ള സാധാരണക്കാരായ, ഞാൻ ഉൾപ്പെടുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഒരു അസുഖം വന്നാൽ, ഇത് LDF സർക്കാരിനോടാ പറയുന്നത്, അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമേരിക്കയിൽ പോയിട്ട് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളില്ല, സംവിധാനങ്ങളില്ല. സകല ആളുകളും ഇത് തിരിച്ചറിഞ്ഞു. നമ്മളിതിൽ ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം, പ്രതിഷേധിക്കണം. ഇത് സാധാരണക്കാരുടെ വിഷയ. അമേരിക്കയിലേക്ക് പോകുന്ന ഈ പിണറായി വിജയനോ അതുമായി ബന്ധപ്പെട്ട ഭരണ സംവിധാനത്തിനോ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കമ്മ്യൂണിസം ഒക്കെ മരിച്ചു കഴിഞ്ഞു. നമ്മൾ ഇതിലൂടെ അതല്ല തിരിച്ചറിയേണ്ടത്. അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ചികിത്സക്ക് പോകുമോ? കേരളത്തിൽ ഇപ്പൊ മാറി. ഇപ്പോൾ കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത് അമേരിക്കയിലേക്ക് ഓടുന്ന കമ്മ്യൂണിസ്റ്റാ. സാധാരണക്കാര് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ യാചിച്ചിട്ട് പോലും മരണത്തിലേക്ക് എത്തുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്താണ്? വിളപ്പിൽശാല ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥരെയും വെച്ചു പുറപ്പിക്കരുത് എന്ന് തന്നെയാ ബോധമുള്ള സകല മലയാളികൾക്കും മുന്നോട്ട് വെക്കാനുള്ളത്.